guys, welcome back to my channel. Hope you all are doing good and great. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ യെസ് ഗൈസ്, എനിക്ക് പനിയാണ്. പനി ഇപ്പൊക്കെ മാറിയൊന്ന് ഞാൻ ഓക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. സൗണ്ടൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്താനം, വിശേഷം, സുഖമാണോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കി. ഞാനിപ്പോൾ ഇതേ രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു ബ്രെഡും പാക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അനിയനെ കടയിലോട്ട് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലാണ്ട് ഞാൻ 500 രൂപയാണ് കൊടുത്തത്. അപ്പോൾ 500 രൂപയ്ക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിക്കണമെന്നുള്ളത് എനിക്ക് അതിന് കറക്റ്റ് കണക്ക് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഓന് മിഠായി മേടിച്ച് വരും. അങ്ങനെ ഓന് കടയ്ക്ക് സാധനം പറഞ്ഞേക്കാൻ വേണ്ടി അയച്ച നേരത്തെ ഞാൻ ചായ കുടിച്ച്. അപ്പോൾ ഇന്ന് ചായക്ക് ഇതേ ദോശയും ചട്നിയാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും, പക്ഷേ എനിക്ക് മെഡിസിൻ കഴിക്കണം പനി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചതും ഒരു ദോശ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ചട്നീനോട് പൊതുവെ വലിയ ഇഷ്ടമല്ല, എന്തായാലും ഇനിയിപ്പോൾ കഴിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ കഴിക്കാം. ഇപ്പോൾ എല്ലായിടത്തും ഒരു വൈറൽ ഫീവർ ഉണ്ടല്ലോ, അങ്ങനെ വന്ന് എൻ്റെ വീട്ടിലും എല്ലാവർക്കും വന്നതാണ് പിന്നെ എനിക്ക് വരുന്നത്. ഈ പനീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിയില്ല, പക്ഷെ ഭയങ്കര ജലദോഷവും തലവേദനയായിരിക്കും. അതാണ് ഈ ഒരു പനീൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഭയങ്കര ക്ഷീണമായിട്ട് നമുക്കുണ്ട്, ഒന്നിനും കഴിയൂല. ഞങ്ങൾ ലിബാം ഇട്ടണോ, എൻ്റെ ഫേസ് ഉണ്ടോ നോക്കാത്ത നല്ലത്. അങ്ങനെ ആ ഒരു ക്ഷീണം നല്ലപോലെ എനിക്ക് വന്നു. എനിക്കങ്ങനെ സാധാരണ പനി വരാത്തതാണ്, പക്ഷെ ഇപ്രാവശ്യം പനിയും നല്ല ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ടാണ് ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി വ്ളോഗില്ലാത്തത്. ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കും. ഒന്നെങ്കിൽ ക്ലാസ്സിന് പോവും, ഈവനിങ് എത്തുള്ളൂ. പിന്നെ വീട്ടിലെത്തിയാലും ഞാനാകെ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. അങ്ങനെ വെള്ളം കുടിച്ച് നമുക്ക് നേരെ മെഡിസിൻ കഴിക്കാൻ പോകാം. അപ്പോൾ ഇതിലാണ് എൻ്റെ മെഡിസിൻസൊക്കെ ഉള്ളത്. എനിക്ക് അത്രയും വയ്യാതായാലും മാത്രമേ ഞാൻ ഡോക്ടറെ കാണിക്കുകയുള്ളൂ, മെഡിസിനും കഴിക്കുള്ളൂ. അപ്പോൾ എന്താ, ഇപ്പോൾ നമ്മൾ അത്രയും വയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മരുന്ന് കുടിക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമുക്ക് 2-3-4 മരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പനിൻ്റെ ഒരു മരുന്നുണ്ട്. അപ്പോൾ പനി ഉണ്ടോ ആ മരുന്ന് കുടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തൊട്ട് വെക്കുകയാണ്. പക്ഷെ പനിയൊന്നും കാര്യമായിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ക്ഷീണവും തലവേദന ഒക്കെയാണ്. സോ അതിന് വേണ്ട ഗുളികകൾ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്താനം, നിങ്ങൾക്കൊക്കെ സുഖമാണോ എന്നുള്ളത് അറിയിക്കും. ഞാൻ എൻ്റെ 2025 ഒരു റീക്യാപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയട്ടെ. നിങ്ങൾ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു ആ വീഡിയോ. ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനി അത് കാണാൻ ബോറിങ് ആവുമോ എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് 2 മരുന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ 2 മരുന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മരുന്ന് കുടിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ചടങ്ങാണ്. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു സംഭവം കേട്ടോ. മടിയുണ്ട്, പ്ലസ് ഞാൻ മറക്കുകയും ചെയ്യും. അങ്ങനെ മരുന്നൊക്കെ നമ്മൾ തിരിച്ച് ആ കവർക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. നീ ഇത് നമുക്ക് വെള്ളം കുടിക്കപ്പോൾ എൻ്റെ ക്യാമറ ഇപ്പോൾ വീയും എന്ന് പറഞ്ഞ് നിൽക്കാതാണ് എൻ്റെ ഫേസ് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ ഈ ഒരു സിപ്പർ ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നത്. ഇത് ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഡെയിലി ഞാൻ 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. പിന്നെ എന്തായി, ഒരു ദിവസം 1 ലിറ്ററും പിറ്റേ ദിവസം വേറെ 1 ലിറ്ററും, അങ്ങനെ 2 ദിവസത്തിൽ കൂടുമ്പോൾ പിന്നെ ഈ വെള്ളം കുടിക്കലായി. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഗൈസ്, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഗുളിക കുടിക്കുന്ന അയ്യോ ആ ഒരു ഇതുണ്ടല്ലോ, മീൻസ് നമ്മൾ ഗുളിക വായിലേക്ക് തട്ടുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഒരുമാതിരി ഒരു ചൊയയാണല്ലോ. അങ്ങനെ 2 കൽപ്പിച്ച് ഞാൻ മരുന്ന് ഫുള്ള് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ മരുന്ന് കുടിക്കാൻ മറന്നു. അപ്പം ഇന്ന് രാവിലെയെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ, മാറൂലല്ലോ. അങ്ങനെ ഞാനിത് എന്താ പറയുക, മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം കുടിക്കണം. അങ്ങനെ ഇതിന് കുറച്ചുകൂടിയൊക്കെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എന്തോ അനിയൻ കടയിലേക്ക് പോയിട്ട് കുറച്ച് നേരമായല്ലോ, എന്തോ അവനെ കാണാനില്ലാത്ത കളിച്ചിട്ട് എനിക്ക് ടെൻഷനാവുന്നുണ്ട് കേട്ടോ. സംഭവം അവന് 8-10 വയസ്സായിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞേക്കണേ എനിക്ക് സ്റ്റിൽ പേടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ ആ ഒരു ടെൻഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അവൻ പോയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കാര്യമായിട്ടൊരു ബ്രെഡും പാക്കറ്റ് മാത്രം അവനോട് മേടിക്കാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് കണ്ടോ എൻ്റെ ഫേസ് ഫുള്ള് ഇങ്ങനെ ചെറിയ കുരുകളായിട്ട് ഇങ്ങനെ ഒരുപാട് കഥയായിട്ട് നിൽക്കണേ. പിന്നെ നമുക്ക് മൈൻഡ് ചെയ്യണം നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ റൂമൊക്കെ ഇതേ ഒന്ന് അലമ്പായി കിടക്കുകയാണ്, അപ്പോൾ അതൊന്ന് നന്നാക്കി എടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോഴേക്കും അനിയനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ പോയിട്ട്. അങ്ങനെ അലമ്പായ റൂം റെഡിയാക്കാൻ എന്തോ മൂഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂഡ് വന്നാൽ പിന്നെ നമ്മൾ വേഗം ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ എന്ന മൂഡൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് മാറ്റാം എന്ന് വിചാരിച്ച്. എന്തായാലും ഇൻഷാല്ലാ ഞാനിപ്പോൾ അടുത്ത് തന്നെ റൂം ടൂർ വ്ളോഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റൂം ടൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോം ടൂർ ഇനി നമുക്ക് കുറച്ചുകൂടി പണി ബാക്കിയുണ്ടെന്നല്ല, പണി കഴിഞ്ഞു. പക്ഷേ എനിക്ക് അതുകൊണ്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ മാത്രം ഒരു ഫ്രീ ആയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ എൻ്റെ റൂം മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. എൻ്റെ റൂമിലാണ് ഇനിയും കുറച്ച് ചില്ലറ പണികളല്ല, എനിക്ക് കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ പണിയെടുക്കാനുള്ള മൂഡൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് ബെഡ്ഷീറ്റ് മാത്രം ക്ലീൻ ചെയ്തിട്ട് ബെഡ് മാത്രം നമുക്ക് ക്ലീൻ ചെയ്തിടാം എന്നുള്ളത്. വേറെ കുറേ സൈഡിൽ എൻ്റെ ബാഗും പിന്നെ കുറേ ഡ്രസ്സിൻ്റെ കവറും അങ്ങനെ കുറേ സംഭവങ്ങൾ അലമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നന്നാക്കാം.
പിന്നെ ഞാനിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഈ ഒരു ച്യൂയിങ് ഉണ്ടല്ലോ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്, ഇതെനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഒന്നും കഴിക്കാനില്ലാത്തപ്പോൾ നമ്മൾ എന്തും നമുക്ക് ഇഷ്ടമില്ലാത്തതും നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ ഞാനിത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വായിലിട്ട് നടക്കലാണ് ഇപ്പോൾ എൻ്റെ പണി. അങ്ങനെ പിന്നെ അനിയന് ബ്രെഡ് ആയിട്ട് കടയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ അവനോട് കുറേ മിഠായിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അവൻ കൊടുത്തിട്ടില്ല. അത് അവിടെ ഇല്ലാന്നിട്ട് വേറെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്. ഈ ഓക്കെ റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓൻ എന്നെ പൊട്ടിച്ച് കഴിച്ചാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഓക്കെ എൻ്റെ ഈ കോൺ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ ഭയങ്കര ഇഷ്ടം മീൻസ് ബിരിയാണി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ റിങ്സ് ആണ് ഇഷ്ടം. പിന്നെ അതേ ഇതിൻ്റെ കൂടെ മുന്തിരി സോഡ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഈ പെപ്സി, 7up, കൊക്കക്കോള അങ്ങനെ ഒരു സംഭവം ഞാൻ കുടിക്കാറില്ല. എനിക്കിഷ്ടമല്ല ഒരു ഗ്യാസുള്ള ഒരു സോഡ ഐറ്റംസ്. അപ്പോൾ ഈ ഗ്യാസും സോഡ ഒന്ന് തന്നെയാണോ എനിക്കറിയില്ല. എന്നാലും എനിക്കിങ്ങനെ ഈ സോഡ ഉള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ മീൻ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ സമയമായപ്പോൾ അനിയന് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനക്ക് ബ്രെഡും ഓംലെറ്റും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓംലെറ്റ് ഞാൻ നല്ല എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷേ ഓംലെറ്റിൻ്റെ ഷേപ്പ് ആയിട്ടില്ലായിരുന്നു. വേറെ എന്തോ ഒരു ഷേപ്പാണ് ആയിട്ടുണ്ടായിരുന്നത്. മീൻസ് ഞാൻ ഉദ്ദേശിച്ച ഓംലെറ്റ് ആയിരുന്നില്ല. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ച് എന്തൊക്കെ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്ത സമയത്ത് ഞാൻ വിചാരിച്ച് എനിക്കും എന്തെങ്കിലും സിമ്പിളായിട്ട് സാൻഡ്വിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാനും എനിക്ക് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഓംലെറ്റ് അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഓംലെറ്റ് ഉള്ളൂ. പക്ഷേ ഇതല്ലാതെ വേറെ 2 ഞാൻ എനിക്ക് പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഓംലെറ്റാണ് അവൻ ടോട്ടലി കഴിച്ചത്. ആൻഡ് ഓംലെറ്റ് കിട്ടുന്നില്ല ഗൈസ്. ഇത് മിക്കവാറും അലമ്പാവും, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഏതൊക്കെയോ ഒരു വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സാൻഡ്വിച്ചിന് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വെജി കട്ടിങ്സ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. സോ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നും സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതാണ് ഇതല്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ചുകൂടി എടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ളതാണ്. ഇത് ഞാൻ ഇന്നാളുണ്ടാക്കി ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയാണ്ട് മയോണൈസും സോസും ഈ വെജീസും കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് വേണ്ട സാൻഡ്വിച്ചിൻ്റെ ഒരു മിക്സ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ അവൻ്റെ ഓംലെറ്റ് കൊടുത്തതിന് ശേഷം ഞാനിത് എൻ്റെ ബ്രെഡിൻ്റെ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് ടൈം ഒരു ഉച്ച സമയമാണ് കേട്ടോ. 12:30 1 മണി നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ മൂഡ് വന്നപ്പോൾ അത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അനിയനക്ക് ഓംലെറ്റ് കൊടുത്തപ്പോൾ ഇത് വേണോ ചോദിച്ചു പോകാൻ വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ്. ആൻഡ് ഇത് ഒട്ടും പെർഫെക്റ്റ് ആവില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നോയ്സും അങ്ങനെ ഒരുപാട് ഒരു അലമ്പുള്ള ഒരു വ്ളോഗായിരിക്കാം മേ ബി ഇത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്നൊരു മൂഡ് വന്നപ്പോൾ ഐ തോട്ട് ഓഫ് ഇങ്ങനെ ലാഗ് അടുപ്പിക്കേണ്ട ഇന്ന് തന്നെ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടും പ്ലാൻഡ് അല്ല. ഒരു പെട്ടെന്നുണ്ടായൊരു വ്ളോഗാണ്. സാധാരണ സാൻഡ്വിച്ചിന് 2 ബ്രെഡൊക്കെ വെച്ചിട്ട് വേണം. ഞാനിപ്പോൾ ഒരൊറ്റ ബ്രെഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് അധികം അതിൻ്റെ വെജീസ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഞാനത് കുറേ ഇങ്ങനെ ഓരോ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഐ തിങ്ക് ഒരു 5, 6, 7 ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ച് തീർത്തത് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. മീൻസ് ഞാൻ അനിയനോട് ഒരിടക്ക് ചോദിച്ചപ്പോൾ ആർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ എന്തോ രസമാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പി. പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ലൈക്ക് ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, പിന്നെ അതിലേക്ക് കുറച്ച് മയോണൈസും സോസും ഇട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ പണി. അങ്ങനെ ഞാനിത് ഉണ്ടാക്കേണ്ട ഭയങ്കര പൊലിവിൽ വന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കഴിക്കാൻ ഒരു ക്രേവിങ്സ് തോന്നുമ്പോൾ ഇത് എടുത്ത് കഴിക്കാം കേട്ടോ. അത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അത് എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഞാൻ പറയാറുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു പൂതി വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് തോന്നുന്നു വാട്ട് ഈറ്റിനിടയിൽ ഒരു ഹാഫ് പോർഷൻ തന്നെ ഈ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഞാൻ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ ഒരിക്കലും എന്താ വിചാരിക്കരുത്. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഒരു സാൻഡ്വിച്ച്. അങ്ങനെ അത് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിച്ച്. പിന്നെ ബാക്കി വന്ന മയോണൈസൊക്കെ ഞാൻ കുറച്ച് സോസ് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ മയോണൈസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പിന്നെയും എക്സ്ട്രാ മയോണൈസ് വേണം. എനിക്ക് കഴിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ എനിക്ക് മയോണൈസ് ഉണ്ടായാലും എനിക്ക് അത്രയും സന്തോഷം. എനിക്ക് മന്തിയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അതിൽക്ക് ഇനിയിപ്പോൾ മയോണൈസ് ഇല്ലെങ്കിൽ എനിക്ക് മന്തി ഇഷ്ടമില്ല. അങ്ങനെ ഒരു വലിയൊരു മയോണൈസിൻ്റെ ഫാനാണ് ഞാൻ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 2:30 3 മണിയായപ്പോൾ ഞാനും അനിയനോട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ ഉപ്പയും ഉമ്മയും കാക്കിയൊന്നും വീട്ടിലില്ല കേട്ടോ. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. അത് പുറത്തുനിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അനിയനക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. നമ്മൾ 2 പേരും ഒരു പ്ലേറ്റ് നിന്നാണ് കഴിച്ചത്. നമ്മൾ നട്ടുച്ച ലഞ്ചിൻ്റെ ടൈമിലാണല്ലോ സാൻഡ്വിച്ച് ഓംലെറ്റ് ഒക്കെ കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കഴിക്കുന്നത് 2:30 3 മണി ആ ടൈമിലാണ്. അപ്പം ഞാനും കഴിക്കുന്നുണ്ട്, ഓനും കഴിക്കുന്നുണ്ട്. ഞാൻ ഓനോട് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞാൽ ഭയങ്കര ജാട കേട്ടോ.
പിന്നെ ഓൻ എനിക്ക് കൊണ്ടു തന്നേണ്ട ആ മുന്തിരി സോഡ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പിന്നെ വൈകുന്നേരമാണ് കഴിക്കണത്. വൈകുന്നേരം മീൻസ് നല്ല വൈകുന്നേരം, ഒരു 4:30-5 മണി ആ ഒരു സമയത്ത് കേട്ട് പിന്നെ കുടിച്ചു. എന്നോട് തണുപ്പ് കഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തണുപ്പിനോടാണ് ഒരു ഇഷ്ടം. പനി വന്നാൽ പിന്നെ തണുപ്പിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ രാത്രി ഇപ്പോൾ ഇവരൊക്കെ പുറത്തുനിന്ന് വന്നപ്പോൾ ഷവർമ്മ വേണോ ബ്രോസ്റ്റ് വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷവർമ്മ വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ തലേ ദിവസം ഷവർമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, ആകെ ഉറക്കപ്പിരാന്നില്ല. രാത്രി കഴിപ്പോഴത്തെ എനിക്ക് വീണ്ടും തലവേദന കൂടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴിക്കുന്നതൊന്നും ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വാട്ട് ഐ ഈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.